നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെ കുറിച്ചാണ്. മകം നക്ഷത്രക്കാരുടെ ജൂൺ മാസം 5-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഉള്ള ഫലങ്ങളാണ് പറയുന്നത്. 2026 വർഷ ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി നമ്മളിവിടെ പറയുന്ന മകം നക്ഷത്രക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു മകം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇത് ഏതൊരാൾക്കും ഒന്ന് ഭവിക്കാവുന്ന ഫലമാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ മകം നക്ഷത്രക്കാർക്ക് ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാശ്യാധിപൻ കേതുവാണ്. അതുപോലെ തന്നെ പിതൃസ്ഥാനവും അധികാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ മകം നക്ഷത്രം. അതുകൊണ്ട് തന്നെ ജോലിയിൽ ഈ ജൂൺ 5 മുതൽ 9 വരെയുള്ള സമയത്ത് മേലധികാരികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അംഗീകാരവും പ്രശംസയും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യട്ടെ അതില് നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. ഒരു പ്രൊമോഷനൊക്കെ ഈ സമയത്ത് കാണുന്ന ഒരു സമയമാണ്. പഴയ ജോലിയൊക്കെ തീർക്കാൻ പറ്റിയ ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പെൻഡിങ് ആയിട്ട് ഇട്ടിരുന്ന ജോലിയൊക്കെ തീർക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. ഈ 11-ാം തീയതിക്ക് ശേഷം ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ്. സർക്കാർ ജോലിയിലുള്ളവർക്കും ഭരണ സംവിധാനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ നേതൃസ്ഥാനമൊക്കെ വഹിക്കുന്നവർക്കും വളരെ നല്ല ഒരു സമയമായിട്ടാണ് ഇതിനെ കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിൽ നിങ്ങൾക്ക് പുഷ്ടി പ്രാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിപ്പം സ്വയം തൊഴിലാവട്ടെ, ആരുടെയെങ്കിലും കീഴിൽ തൊഴിൽ ചെയ്യുന്നതാവട്ടെ, സർക്കാർ ജോലി ആവട്ടെ, വിദേശ ജോലി ആവട്ടെ, ഏതിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കർമ്മരംഗത്ത് വളരെയധികം മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ മകം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. പണച്ചെലവ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ജൂൺ 7-ാം തീയതിയും ജൂൺ 14-ാം തീയതിയും ധനപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നിക്ഷേപങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ പൂർവിക സ്വത്തൊക്കെ നിങ്ങളിപ്പോൾ തർക്കത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തീരുമാനങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കുക. ഈ ദിവസങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചെടുക്കുക, ഇല്ലെങ്കിൽ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇൻഷുറൻസ് പരമായിട്ടൊക്കെ നിങ്ങൾ തട്ടിപ്പിന് ഇരയാകുന്നതായിട്ട് കാണുന്നുണ്ട്. പിതൃതുല്യരായിട്ടുള്ളവരോടും അല്ലെങ്കിൽ പിതാവിനോടോ ഗുരുതുല്യരായിട്ടുള്ളവരോടോ ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അഭിപ്രായങ്ങൾ വ്യത്യാസം വരികയാണെങ്കിലും അത് മാന്യമായിട്ട് പറഞ്ഞ് പരിഹരിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഒരു വഴക്കിലേക്ക് പോകാതിരിക്കുക, അത് കൂടുതൽ ബന്ധങ്ങളെ വഷളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല തീയതികൾ എന്ന് പറയുന്നത് ജൂൺ 10, 15 തീയതികളാണ്. ഈ ദിവസങ്ങളിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ പറ്റിയ ഒരു ദിവസങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബവുമായിട്ട് കൂടുതൽ ചെലവഴിക്കാൻ പറ്റിയ ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനായിട്ട് പറ്റിയൊരു സമയമാണ്. ആരോഗ്യപരമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യം ചെറുതായിട്ട് മോശമാകുന്ന ഒരു സമയം കൂടിയാണ്. വയറ്റില് പ്രശ്നങ്ങൾ ഉണ്ടാവാന്, ഹൃദയത്തിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കേട്ട് ഭയക്കേണ്ട കാര്യമില്ല. ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. നിങ്ങൾക്ക് ചെറിയ പിടിവാശികളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ പിടിവാശികളൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഈ 6, 12 തീയതികളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അന്ന് വാദപ്രതിവാദമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് നിങ്ങൾ 6, 7, 12, 14 ഈ 4 തീയതികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 7ഉം 14ഉം തീയതികൾ പണച്ചെലവ്, പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും 6, 12 തീയതികളില് നിങ്ങൾ പിടിവാശി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി എന്താണ് പറയുന്നതെന്ന് ചിന്തിച്ച് പിന്നീട് ഒരു മറുപടി പറഞ്ഞ് ആ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒഴിവാകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ വരുന്ന ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതും ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതും ഒക്കെ വിഘ്നങ്ങളൊക്കെ മാറുവാനായിട്ട് നല്ല ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ചുവന്ന വസ്ത്രം ധരിക്കുന്നതോ അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുന്നതോ
വളരെ നല്ലൊരു കാര്യമാണ്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോകുക. ഇത് മകം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫലമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്ന ഫലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.